നമസ്കാരം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ NDA സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ. NDA പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് മോദി ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. പ്രധാനമന്ത്രിയായി നിയമിച്ചുള്ള കത്ത് രാഷ്ട്രപതി മോദിക്ക് നൽകി. തുടർന്ന് സർക്കാരുണ്ടാക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. വിവിധ രാഷ്ട്ര നേതാക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും. ഘടകകക്ഷികളിൽ നിന്നുൾപ്പെടെ ഏതാനും മന്ത്രിമാരും നാളെ മോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിയായേക്കും. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും ഉയർന്നിട്ടുണ്ട്. മന്ത്രിമാരെ പറ്റിയുള്ള അഭ്യൂഹങ്ങളൊന്നും വിശ്വസിക്കരുതെന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫോൺ കോൾ വരുമെന്നും മോദി NDA യോഗത്തിൽ MP-മാരോട് പറഞ്ഞു. യോഗത്തിന് ശേഷം BJP അധ്യക്ഷൻ JP നഡ്ഡയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെയും ഘടകകക്ഷികളുടെയും നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച് മോദിയെ BJP പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തതായി കത്തു നൽകി. ഘടകകക്ഷികളുടെ പിന്തുണക്കത്തും രാഷ്ട്രപതിക്ക് നൽകി. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാജ്നാഥ് സിംഗ് ആണ് മോദിയെ നേതാവായി നിർദ്ദേശിച്ചത്. അമിത് ഷാ, നിതിൻ ഗഡ്കരി എന്നിവർ പിന്താങ്ങി. NDA നേതാക്കളായ N ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ, പവൻ കല്യാൺ, ചിരാഗ് പാസ്വാൻ, അനുപ്രിയ പട്ടേൽ, ജിതൻ റാം മാഞ്ചി എന്നിവരും പിന്തുണ പ്രഖ്യാപിച്ചു. അംഗങ്ങൾ മോദി മോദി എന്ന് ആരവം മുഴക്കി. യോഗത്തിന് മുൻപ് മോദി സെൻട്രൽ ഹാളിലെ ഭരണഘടനയിൽ തൊട്ട് വണങ്ങി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യവും യോഗത്തിലുണ്ടായിരുന്നു. BJP പാർലമെന്ററി പാർട്ടി യോഗം പ്രത്യേകം വിളിക്കാതെ NDA യോഗമാണ് ചേർന്നത്. രാഷ്ട്രപതിയെ കാണുന്നതിന് മുൻപ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയം പഠിച്ച സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് കോവിന്ദ്. അതേസമയം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചെങ്കിലും സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാതെ ഇന്ത്യ സഖ്യം. തൃണമൂൽ, സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി, ശിവസേന, ഉദ്ധവ് എന്നിവയാണ് ഇതിന്റെ മുൻനിരയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് ഇല്ലാത്തതിനാൽ സർക്കാർ രൂപീകരിക്കാൻ തൽക്കാലം നീക്കം നടത്തേണ്ടെന്നാണ് കോൺഗ്രസിന്റെ ചിന്ത. പ്രതിപക്ഷത്തിരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ സഖ്യയോഗം തീരുമാനിച്ചിരുന്നു. സർക്കാരുണ്ടാക്കാൻ അവസരം ലഭിക്കുമ്പോൾ അതിനായി നീക്കം നടത്തുക എന്നതാണ് കോൺഗ്രസ് ഇടത് കക്ഷികളുടെ നിലപാട്. എന്നാൽ അവസരം വരുന്നതുവരെ കാത്തിരിക്കുകയല്ല, മറിച്ച് അവസരമുണ്ടാക്കി സർക്കാർ രൂപീകരിക്കുകയാണ് വേണ്ടതെന്നാണ് തൃണമൂൽ ഉൾപ്പെടെയുള്ളവരുടെ വാദം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം SP നേതാവ് അഖിലേഷ് യാദവിനെ ഫോണിൽ വിളിച്ച മമതാ ബാനർജി TDPയുടെ ചന്ദ്രബാബു നായിഡു, JDU നേതാവ് നിതീഷ് കുമാർ എന്നിവരെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇരുവരുമായി അഖിലേഷിന്റെ പിതാവ് അന്തരിച്ച മുലായം സിംഗ് യാദവിനുണ്ടായിരുന്ന ഊഷ്മള ബന്ധം മമത ഓർമ്മിപ്പിച്ചു. അതുപയോഗിച്ച് ഇരുവരിലേക്കും പാലമിടാനായിരുന്നു ആവശ്യം. ആം ആദ്മി, ശിവസേന നേതാക്കളുമായും മമത ഇക്കാര്യം ചർച്ച ചെയ്തു. അതേസമയം നായിഡുവിനെയും നിതീഷിനെയും നിർബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിച്ചാൽ അവർ ചോദിക്കുന്ന പദവികൾ നൽകി സർക്കാർ ഉണ്ടാക്കേണ്ടി വരുമെന്നും അത് തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്നും കോൺഗ്രസ് പറയുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മൂന്നാം മോദി സർക്കാർ ആടി ഉലയുമെന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് തകരാമെന്നും വിലയിരുത്തുന്ന കോൺഗ്രസ് അങ്ങനെയൊരു സാഹചര്യം ഉരുത്തിരിയുമ്പോൾ നിതീഷിനെയും നായിഡുവിനെയും ഒപ്പം കൂട്ടാമെന്ന് കണക്കുകൂട്ടുന്നു. BJPയുമായി തെറ്റിപ്പിരിഞ്ഞെത്തുന്ന ഇരുവരും വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കാതെ സഖ്യത്തിന്റെ ഭാഗമാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് MP-മാരും രംഗത്തെത്തി. കാർത്തി ചിദംബരം, മാണിക്യം ടാഗോർ തുടങ്ങിയവർ രാഹുൽ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യ സഖ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ പ്രതിപക്ഷ നേതാവാകുന്നതിൽ മറ്റു കക്ഷികൾക്കും കാര്യമായ എതിർപ്പില്ല. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി വൈകാതെ യോഗം ചേരും. ഇന്ന് ചേരുന്ന വിശാല പ്രവർത്തക സമിതി യോഗവും ഇക്കാര്യം പരിഗണിക്കും. 2019 തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം രാജിവെച്ച രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. 52 സീറ്റിലൊതുങ്ങിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃപദവിയും അന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ലോക്സഭയിൽ കോൺഗ്രസിനെ നയിച്ച അധീർ രഞ്ജൻ ചൗധരി ഇക്കുറി തോറ്റു. പ്രതിപക്ഷ നേതാവാകില്ലെന്ന് രാഹുൽ നിലപാടെടുത്താൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ KC വേണുഗോപാൽ, ഗൗരവ് ഗൊഗോയ് എന്നിവരെ പരിഗണിച്ചേക്കും.